ഹലോ, അസ്സലാമലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കണം. ഞാൻ വലിയ സുഖത്തിലൊന്നും അല്ല കേട്ടോ. എനിക്ക് മൈഗ്രെയിനായിട്ട് ഭയങ്കര കിടന്നിട്ട് ഇപ്പോൾ 2 മണിയായപ്പോൾ എഴുന്നേറ്റ് വന്നതാണ്. മക്കൾക്ക് രാവിലത്തെ നാസ്ത തന്നെ കൊടുത്ത്, ഹസ്ബൻഡ് പിന്നെ ഓട്ടം പോയിച്ചു, വണ്ടിയിൽ ഡ്രൈവറാണ് കേട്ടോ. ഉച്ചക്കും നാസ്ത തന്നെ കൊടുത്തു മക്കൾക്ക്. ചോറൊന്നും വെക്കാൻ പറ്റിയില്ല, ഭയങ്കര വേദനയായിരുന്നടാ. അതിൻ്റെ ഇടയിൽ തുണിയൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്, അകത്ത് കൊണ്ടുപോയിട്ടേ. പിന്നെ തുടക്കാനുണ്ടായിരുന്നത് നല്ല വൃത്തിക്ക് അങ്ങോട്ട് തുടച്ച്, നല്ല അഴുക്കുണ്ടായിരുന്നു. ഞാൻ പിന്നെ സുഗന്ധം പരത്താനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പാത്രമൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടേക്കോ, കുഞ്ഞുമക്കളുള്ളതല്ലേ, അവർ കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്തിട്ട് ആരുമില്ലല്ലോ, ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഞങ്ങൾ ഒറ്റക്കാണ് കേട്ടോ താമസിക്കുന്നത്, റെൻറ്റിനാണേ. താങ്ങാൻ ആളുണ്ടെങ്കിലല്ലേ ഇടാ തളർച്ച ഉണ്ടാവുള്ളൂ. എല്ലാ സ്ത്രീകളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, കൂടുതലും ഭൂരിഭാഗവും അങ്ങനെ ആയിരിക്കും. പിന്നെ സഹായിക്കുന്നവരും ഉണ്ടാവും, ഹസ്ബൻഡൊക്കെ. നമുക്കങ്ങനെ സഹായമൊന്നും പ്രതീക്ഷിക്കണ്ട, നമ്മൾ തന്നെയുള്ളൂ, വേറെ ആരും സഹായിക്കാനായിട്ടില്ല. പിന്നെ പാത്രമൊക്കെ നല്ല വൃത്തിക്ക് അങ്ങനെ കഴുകി, പിന്നെ സെബീനപ്പൊടി ഇട്ട് വാഷ് ബേസിനൊക്കെ നല്ല വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചാ? പിന്നെ എൻ്റെ ഗ്യാസ് തീർന്നിരിക്കുകയാണ് കേട്ടോ. ഇൻഡക്ഷൻ കുക്കറിലാണ്, റോക്കറ്റ് പോലെ വരും മറ്റേ ഇൻഡക്ഷൻ കറണ്ടിൻ്റെ ബില്ല്. ഗ്യാസ് കുറ്റിക്ക് ബുക്ക് ചെയ്തിട്ട് കിട്ടിയിട്ടില്ല ഇതുവരെ. നമ്മൾ പ്രൈവറ്റ് കുറ്റി ഉപയോഗിച്ചിട്ടില്ല. പിന്നെ വേറെ ആളുടെ അക്കൗണ്ടിൽ ഭാരത് ഗ്യാസ് വെച്ചിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു വരും എന്ന് പറഞ്ഞു. പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. നല്ല തലവേദന ഉണ്ട് എനിക്ക്. പെട്ടെന്ന് വെയിൽ കൊണ്ടാൽ വരും, ഉറക്കം ശരിയായില്ലെങ്കിൽ വരും, ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വരും, തുമ്മിയാൽ വരും എന്നൊക്കെ പറയില്ല, അതുപോലെയാണ് എൻ്റെ അവസ്ഥ. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് കുളിച്ചിട്ടുണ്ട്. കുളിച്ച് വന്ന് നമ്മൾ അള്ളാനെയൊക്കെ ഒന്ന് വിളിക്കട്ടെ, നിസ്കരിച്ച് അതൊക്കെ കഴിഞ്ഞ് തുണി ഒരു ലോഡ് മടക്കാനുണ്ടായിരുന്നു, അതൊക്കെ മടക്കി വെച്ച്. അത് അപ്പം തന്നെ മടക്കി വെച്ചില്ലേ പിന്നെ മക്കൾ സീനാക്കും. നമുക്ക് അലമാരിയില്ല, ഒരു കബോർഡ് പോലത്തെ സംഭവമുള്ളത്, അടപ്പില്ലാത്തതുകൊണ്ട് അവർ വലിച്ച് താഴെ തൊട്ടിട്ട്. പിന്നെ ചെറിയൊരു അലമാരിയുള്ളത്, അതിന് അടപ്പുമില്ല. പിന്നെ ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഞാൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ മേടിക്കണമായിരുന്നു. ചെറിയ ആൾക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞ് ബഹളമായിരുന്നു. അങ്ങനെ ചിക്കൻ മേടിക്കാൻ പോയി. ചിക്കന് വില കുറഞ്ഞിട്ടുണ്ട്, 150 കിലോ. നല്ല വിലയായിരുന്നു. നോമ്പും പെരുന്നാളൊക്കെ പോക്കറ്റ് പോലെയായിരുന്നു, 340 രൂപ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറഞ്ഞു. ചിക്കനൊക്കെ പിടിച്ച് ആടി വയ്യ എനിക്ക് ശരിക്കും. പിന്നെ നമ്മളല്ലേ ഉള്ളൂ. ആടി വന്ന് സൂപ്പർ മാർക്കറ്റിൽ കുറച്ച് സാധനമൊക്കെ എടുക്കാനുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വീട്ടിൽ വന്നേ. പിന്നെ അരിയൊക്കെ കുപ്പിയിലാക്കി, ചിക്കനൊക്കെ കഴുകാനുണ്ടായിരുന്നു. നല്ലോണം ചോര ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ ഇങ്ങനെ ഒഴിച്ച് വെച്ചിട്ട് അങ്ങനെ കഴുകിയത്. അതിൻ്റെ ഇടയിൽ കരണ്ട് വന്ന് പോയി. ഞാൻ പിന്നെ റൈസിനുള്ള കുക്കറിലാട്ടോ എല്ലാം ചെയ്യണത്. ഒരു പാത്രത്തിന് 1 പാത്രം വെള്ളം, അല്ല 2 പാത്രം, സോറി കേട്ടോ, 2 പാത്രം വെള്ളം. എല്ലാവരും വെക്കണ പോലെ തന്നെ എല്ലാവർക്കും അറിയാം. ബർക്കത്ത് എന്ന് പറയുന്ന അരിയായിരുന്നു. ഇപ്രാവശ്യം 2 വിസിൽ അടിക്കണമായിരുന്നു തോന്നി. ഇവിടെ എല്ലാവർക്കും നല്ലോണം വേഗം, പക്ഷേ ഒറ്റ വിസിലടിച്ചാൽ ഞാൻ എടുക്കാറ്, കറക്റ്റായിട്ട് വെന്ത് കിട്ടുന്നു. പക്ഷേ ഇച്ചിരി വേവ് പോരായിരുന്നു. പിന്നെ ചിക്കനൊക്കെ കഴുകി വെള്ളം ഒഴിച്ച് വെച്ചേക്കണമായിരുന്നു സുഖരെ പോകാൻ വേണ്ടി. അതെല്ലാം കഴുകി ഉപ്പുപൊടി, മസാല, മറ്റേ ചിക്കൻ മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം തിരുമ്മി വെച്ച്. നമ്മളിവിടെ കൊച്ചി എറണാകുളം ഭാഗത്തൊക്കെ ഉപ്പും കായം പറ്റുന്നതാണ് കേട്ടോ കൂടുതലും പറയണത്. എൻ്റെ ഉണ്ണിച്ചൊക്കെ അങ്ങനെ പറയണം. എനിക്കതെന്തോ കായം പറ്റണമെന്ന് തോന്നും.
സാമ്പാറിലൊക്കെ ഇടുന്ന കായമില്ല, ആ ചിന്ത വരും. ഇവരത് ഉദ്ദേശിച്ചല്ല കേട്ടോ പറയണത്. അതൊക്കെ മസാലയൊക്കെ പുരട്ടി സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഒന്ന് കുക്കറിനിപ്പോൾ ഒന്ന് എത്തി നോക്കി, അപ്പോൾ വിസിൽ വന്നിട്ടില്ല. ചില സമയത്ത് വിസിൽ വരാൻ ഇച്ചിരി പണിയാണ്. അത് നമ്മുടെ കുക്കറല്ല, ഇത് വന്നപ്പോഴത്തേക്കുവേ ഗ്യാസ് തീർന്ന് വന്നപ്പോൾ നമ്മുടെ കുക്കർ ശരിയാകാൻ കൊടുത്തപ്പോഴത്തേക്ക് അയാൾ തല്ലിപ്പിടിച്ചു ഇത് ചെയ്യണ ചേട്ടനെ. അത് ശരിയായില്ല. അതിൻ്റെ ഇടയ്ക്ക് മസാലയൊക്കെ റെഡിയാക്കിയിട്ടാണ് ഞാൻ. എന്നിട്ട് പിന്നെ കൂട്ടുകാരൻ്റെ വീട്ടിലെ കുക്കർ മേടിച്ചിട്ട് വന്നേക്കാനാണ്. നമുക്ക് എന്തെങ്കിലും വെച്ചുണ്ടാക്കണ്ടേ, മക്കളൊക്കെ ഉള്ളതല്ലേ. അങ്ങനെ കൊണ്ടുവന്ന് ഇൻഡക്ഷൻ കുക്കറിൽ വെച്ച് അവരുടെ 2-3 പാത്രമൊക്കെ തന്നു. ഇനി നമുക്ക് ഗ്യാസ് എടുക്കുമ്പോൾ കൊടുക്കുന്നവർക്ക് ഒരൊറ്റ അടി അങ്ങോട്ട് വെച്ചോട്ട് വിസിൽ വന്നിട്ട്. നിങ്ങളുടെ കുക്കർ ഇങ്ങനെയാണോ? ഇത് ചില സമയത്ത് ഇങ്ങനെയാണ്. എപ്പോഴൊന്നും അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. എന്നാലും അതൊക്കെ ഉള്ളതുകൊണ്ട് അൽഹംദുലില്ലാ അങ്ങനെ മക്കളെ പട്ടിണിക്കാണ്ട് പോകുന്നുണ്ട്. ഗ്യാസ് കിട്ടാൻ ഒരു മാർഗ്ഗമില്ല. ഇപ്പോൾ 3000 രൂപയാണ് കേട്ടോ ബ്ലാക്കിന് കുറ്റിയെടുക്കണേന്. ഇവിടെ കൂടുതലും ആൾക്കാർ ഈ ഹിന്ദിക്കാരാണ് കൂടുതൽ. അവരൊക്കെ വലിയ കുറ്റി എടുത്തേക്കണം 3000 രൂപക്കാണ് കേട്ടോ. നമുക്കതിനുള്ള ബഡ്ജറ്റില്ല. അത് മാത്രമല്ല ഇപ്പോൾ 900 ചില്ലായിരം രൂപയുള്ളൂ നമ്മുടെ പ്രൈവറ്റ് കുറ്റിക്ക്, നമ്മുടെ ഭാരതിൻ്റെ കുറ്റിക്ക്. ബുക്ക് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കൻ വറുക്കാനിട്ട് പിന്നെ കച്ചമ്പറൊക്കെ ഉണ്ടാക്കി. കച്ചമ്പറ എന്ന് പറഞ്ഞാൽ സാലഡ് എന്നൊക്കെ പറയും, തൈരൊക്കെ ഒഴിച്ചിട്ട്. ഞങ്ങൾ കൂടുതലും കച്ചമ്പറ എന്നാണ് പറയണം. പിന്നെ ഞാൻ ചോറിൽ സവാള പൊരിച്ചിടാൻ മറന്നു പോയടാ. പിന്നെ സവാളയൊക്കെ പൊരിച്ച് കോരി അതിൽ വെച്ച് അത് കഴിഞ്ഞ് ചിക്കനുള്ള മസാലയൊക്കെ റെഡിയാക്കണമായിരുന്നു. ഈ പാത്രവും ഒരു കുക്കറും കൂടി എൻ്റെ കൂട്ടുകാരൻ കൊണ്ടുവന്ന് തന്ന്. അതിൻ്റെ ഇടയിൽ ഉപ്പൊക്കെ പൊട്ടിച്ച് അതിലോട്ട് ഇട്ടിട്ടുണ്ട്, ഭരണിയിലോട്ട്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച ഭരണിയാണ്. നല്ല ഭരണിയാണ്. 2 എണ്ണം 653 രൂപ. പക്ഷെ നല്ല ലുക്കല്ലേ കാണാൻ. നല്ല 1 കിലോ നല്ലോണം കൊള്ളും, 1 കിലോ ഇച്ചിരി കൂടി കൊള്ളുമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചിക്കൻ മസാലയൊക്കെ റെഡിയാക്കി പൊരിച്ച് കോരിയിട്ടപ്പോൾ പിള്ളേരുണ്ടായിരുന്നിട്ട് അടുക്കളയിൽ. അപ്പോൾ പൊരിച്ച് കോരിയിടുമ്പോൾ പറയണ്ടല്ലോ, എല്ലാ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അവർ പകുതി കൊണ്ടുപോകും. അതിൻ്റെ ഇടയിൽ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു, സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെ കിടക്കണം. പിന്നെ ഞാൻ ബാത്റൂമൊക്കെ കഴുകിയിട്ട് കൗണ്ടർ ടോപ്പിൽ തന്നെ കമത്തി വെച്ചിട്ട് വെള്ളം പോയി കഴിയുമ്പോഴാണ് എടുത്ത് വെക്കണം. നമുക്ക് അധികം സൗകര്യമൊന്നുമില്ല. ഒരു ചെറിയ വർക്ക് ഏരിയ പോലത്തെ ഇതുണ്ട്, പക്ഷെ അവിടെ കൗണ്ടർ ടോപ്പില്ല. ഫ്രിഡ്ജ് വെച്ചേക്കുവാണ് അവിടെ. വലിയ സ്ഥലമില്ല, വാഷിംഗ് മെഷീൻ വെക്കുന്ന സ്ഥലമാണ്. അത് ഞാൻ അവനെ എടുത്ത് ഞാൻ പുറത്ത് വെച്ച് ചോരണുണ്ട്, അപ്പുറത്ത് പുറത്തോട്ട് വെച്ച് നന്നാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ഫ്രിഡ്ജ് വെച്ച് അവിടെ ചോറൊക്കെ ശരിയായപ്പോഴത്തേക്കും കുക്ക് ശരിയാളെൻ്റെ ചെറിയ മോനാണ്. അവനവനത് വാരിയൊക്കെ കൊടുത്ത് ബിറാണി എന്ന് പറഞ്ഞ് വാരി കൊടുത്തുള്ളൊരു മതിയാവും. പിന്നെ പുളിങ്കറിക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടിയെടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോൾ കടുകിട്ട് വെളിച്ചെണ്ണ, പച്ചമുളക്, സവാള, ഞാൻ ഉള്ളിയാണ് ഇടാറ്, സവാള ഇട്ട്. ഉള്ളി വിളിക്കാനുള്ള മടി. ഞാൻ പറഞ്ഞപ്പോൾ ഉള്ളി ഉണ്ടാവില്ല, അതിൻ്റെ ഇടയ്ക്ക് കരണ്ടൊക്കെ പോയി ഇളകി എനിക്ക്. അതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും, മൂത്തല്ല ഒന്ന് വഴന്ന് വന്നപ്പോൾ തളന്ന രീതിയിൽ വഴന്ന് വന്നപ്പോഴത്തേക്കും ഇച്ചിരി മുളക് പൊടി, വേണമെങ്കിൽ ഇച്ചിരി മല്ലിപ്പൊടി ഇടാം. പിന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് നല്ലോണം ആയി. വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ വേഗം അലക്കുമല്ല. എന്നിട്ട് അത് നല്ലോണം പിഴിഞ്ഞ് അത് ഒഴിച്ച് കുറുക്കി പറ്റിച്ചെടുത്ത് ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവർക്ക് മധുരം ഇഷ്ടമാണ്. വന്ന് അടുത്ത് എത്തി നോക്കല്ലോ വന്നിട്ട് പോകണം. CBI ഓഫീസർ എന്നിട്ട് പോയതാണ് കണ്ടത്. ഇവിടെ എന്തൊക്കെയാണ് മണം മണ്ണുണ്ടല്ലോ, നല്ല സ്മെല്ലാണല്ലോ, പുളിമിഠായിയുടെ മണമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ.